ആ സൂസമ്മേ, വാ വാ. എന്റെ സുമേ, ഇന്നലെ കണ്ടപ്പോ വിശേഷമൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്തൊട്ട് കോലത് മെലിഞ്ഞ് കോഞ്ഞാട്ടിയായല്ലോ. അതിനും കൂടെ നീ തടിച്ച് ചീമ പോത്തായിട്ടുണ്ടല്ലോ. അത് വിട്, നാട്ടിലെ വിശേഷം പറ. ഓ, നാട്ടിൽ എന്ത് വിശേഷം? അവിടെ മൊത്തം ഗ്രൂപ്പുകളല്ലേ. അയൽക്കൂട്ടം, തൊഴിലുറപ്പ്, കുടുംബശ്രീ, എല്ലായിടത്തും മറ്റു പരിപാടിയെന്നേ. എന്ത് പരദൂഷണം. ഓ അതൊക്കെ വിട്ടുകളാ. നീ ഇവിടത്തെ വിശേഷം പറ. ഇവിടെയല്ല വിശേഷം. നമ്മുടെ താഴത്തെ ഫ്ലോറിലെ വർഗീസില്ലേ, വർഗീസും നമ്മുടെ തൊട്ടപ്പുറത്തെ ജാനമയും തമ്മില് എന്ത് അവിഹിതം. ആണോ? വന്നേ വന്നേ വന്നേ. അടയ്ക്ക്. ആ എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ, ഭാര്യ പൊക്കി, പിന്നെ അവിടെ അടി ഇടി ബഹളം. ഞാൻ കുറച്ചേരൊക്കെ പോയി നോക്കി നിന്നു, പിന്നെ ഇങ്ങോട്ട് പോന്നു. എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ താഴത്തെ ഫ്ലോറിലെ മാർഗരറ്റിന്റെ അനിയനില്ലേ, അവനും തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ കഥാമയില്ലേ, അവള് തമ്മിലും. ആണോ? അവളോ? എന്റെ ദൈവമേ, ഞാൻ നാട്ടിൽ പോയപ്പോ അവളെ ഇവിടെ ജോലിക്ക് വെക്കാൻ വിചാരിച്ചതാ. അയ്യോ, ഗുരുവായൂരപ്പൻ കാത്തു. അല്ല സുമേ, എനിക്ക് അതല്ല മനസ്സിലാവാത്ത. ഈ അവിഹിതം എന്ന് പറഞ്ഞ വല്ല പകർച്ചവ്യാധി വല്ലതാണോ? ആദ്യം നമ്മുടെ താഴത്തെ ഫ്ലോർ, ഇപ്പതാ താഴത്തെ ഫ്ലോർ, ഇനിയിപ്പോ നമ്മുടെ ഫ്ലോറെ ബാക്കിയുള്ളൂ. അധ്യാനാണെങ്കിൽ പരസ്ത്രീ പോയിട്ട് സ്വസ്ത്രീ പോലും. കഷ്ടം. പിന്നെ ആകെ ഈ ഫ്ലോറിൽ കുറച്ച് ചോരയും നീരുള്ളത് നമ്മുടെ പിള്ളേച്ചനാ. ഇവളും പിള്ളേച്ചനും എന്താ സുമേ? ഒന്നുമില്ല. അപ്പുറത്തെ സുന്ദരിക്കോതയില്ലേ, അവളുടെ ഭർത്താവ് വിട്ടു പോയി. എന്താ കാരണം? എന്താ കാര്യം? അവിഹിതം. അതന്നെ. ആണോ? ഉള്ളത് പറയാലോ സുമേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താ സംശയം? കാര്യം ആ നേഴ്സ് തള്ളിയും പിള്ളേച്ചനും തമ്മിൽ പൊരിഞ്ഞടിയാണെങ്കിലും അവര് തമ്മിലുള്ള അന്തർധാര നല്ല സജീവമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ നിനക്ക് എന്നാ ഫോട്ടോ അയച്ചു തന്നില്ലേ? പിന്നെ അത് പിള്ളേച്ചൻ ചെരുപ്പ് എടുക്കാൻ പോയതാ. പുള്ളിക്കാണ് അവരെ കാണുന്നതേ ഇഷ്ടമല്ല. ചെരുപ്പേ എടി, നിന്നെ പോലെയുള്ള പൊട്ടി ഭാര്യമാര് കാരനാണ് ഈ ലോകത്ത് അവിഹിതം ഇങ്ങനെ പെരുക്കണത്. നീ പിള്ളേച്ചനെ ഇങ്ങനെ അഴിച്ചു വിടാതെ വല്ലപ്പോഴും ആ ഫോണൊക്കെ എടുത്ത് നോക്ക്, അപ്പ മനസ്സിലാവും. ഞാൻ പോട്ടെ. പിള്ളേച്ച മോളെ, ആ സജിയുടെ കേസേ ഒന്നും പറയണ്ട പിള്ളേച്ച. അവനെ കൊണ്ട് വലിയ ശല്യോ. രാത്രി മുഴുവൻ ഫോൺ വിളിയാ. എന്തൊരു ശല്യമാണെന്നറിയാവോ? പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, വേറെ വഴിയില്ലാത്തോണ്ടാ പിള്ളേച്ച. ഒന്നും വിചാരിക്കല്ലേ. കുഴപ്പമില്ല മോളെ. എന്നാ മോള് എന്നെ നിൽക്കോ? താങ്ക് യു. അത് വേണ്ട പിള്ളേച്ച, പിള്ളച്ചനെ എനിക്ക് വിശ്വാസമാണ്. പിന്നെ കടവായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. കാനഡയിൽ പോയി സെറ്റായി കഴിഞ്ഞാൽ തിരിച്ചു തന്നേക്കാം. എന്നാ ശരി പിള്ളേച്ച, താങ്ക് യു. അല്ല മോളെ, ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ല. അയ്യോ സോറി, ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അവന്റെ എല്ലാ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ ശരി പിള്ളേച്ച. അല്ല മോളെ, എന്താ മറ്റേ ഫോട്ടോ? ഏത് ഫോട്ടോ? എന്റെ ഫോട്ടോയെ. പിള്ളേച്ചന്റെ ഫോട്ടോ? പിള്ളേച്ചന്റെ ഫോട്ടോ ഒന്നും എന്റെ ഇല്ല. ഇല്ലില്ല. എന്നാ ശരിയേ. എല്ലാം സെറ്റായോ? പൂത്തുമ്പി മോനെ. എന്തൊരു ഉഷ്ണവർന്നറിയോ? ഞാൻ കുളിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. ഇത് കാണില്ലല്ലോ. നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ മനുഷ്യ. എന്താ ഇത്? കണ്ണു പിടിക്കില്ല. എന്താ ഇത്? പാതിരാത്രിക്ക് നേഴ്സും പെണ്ണുമ്പിള്ളക്ക് നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചേക്കണത്? അത് ഡിലീറ്റും ചെയ്തിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞോ നിങ്ങള്?
എടി അത് അറിയാതെ കൈ തട്ടിപ്പോയതാ. നിങ്ങളുടെ കൈ അറിയാതെ തട്ടും, ഇനി എന്റെ കൈ അറിഞ്ഞോണ്ട് നിങ്ങളുടെ മേത്ത് തട്ടും. പേര് സേവ് ചെയ്തേക്കണല്ലേ മൊഞ്ചത്തി. വെറുതെ അല്ല നിങ്ങൾ ഈ ഡയ്യും തേച്ച് വേഷം കെട്ടി നടക്കണത്. എടി അത് മൊഞ്ചത്തി അല്ല അത്. ആ നിങ്ങളെ ഞാൻ ശരിയാകും. എന്ത് മെസ്സേജാ നിങ്ങൾ അയച്ചേക്കണത്? സത്യം പറഞ്ഞു. അത് നിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത സംഭവം. നീ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അതെനിക്ക് മനസ്സിലായി. ഒരു ഭാര്യയുടെ അടുത്ത് പറയാൻ കൊള്ളുന്ന കാര്യമല്ല നിങ്ങൾ അയച്ചേക്കണം. അതെനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞോ നിങ്ങളെന്റെ സ്വഭാവം മാറ്റരുത്. സത്യം പറഞ്ഞോ നിങ്ങള്. ആ പറ ഞാൻ പറയാം. പറ. പട്ടി മോളെ, പട്ടി മോളെ, നീ എന്തൊക്കെ എന്നെ പറ്റി വിചാരിച്ചേ? നിങ്ങളെന്നെ തെറി പറഞ്ഞല്ലേ? ഞാൻ കാണിച്ചു തരാം മനുഷ്യ. മാറിക്കങ്ങോട്ട്. എടി ഇത് നിന്നെ പറഞ്ഞല്ല, ഇതാണ് ഞാൻ അവൾക്കയച്ച എന്നെ നോക്കണ്ട. നിനക്ക് തീറ്റ കുറയ്ക്കാൻ പറ്റത്തില്ല, മണ്ണ് കൊടുക്കണം. നിനക്ക് ഓടാനും വയ്യല്ലേ? അയ്യോ എവിടെ? ശരിയാണല്ലോ, മാമനത്തെ എവിടെ? എന്തോ പന്തികളുണ്ട്. സാധാരണ പിള്ളേച്ചനെ പാർക്കിലേക്കും കാണാത്ത. ബാ ചോദിച്ചു നോക്കാം. പിള്ളേച്ച എന്ത് പറ്റി പിള്ളേച്ച? ഒരു ഡെസ്പ് ഒരുമാതിരി ശോക സീനാടാ. ശിവ ചേച്ചി എടുത്തിട്ട് അലക്കല്ലേ? പോടാ മൈക്കിരണമേ. മൈക്കിരണമേ ആ തർജ്ജമ നോക്കിയാ മതി. പിള്ളേച്ചൻ്റെ പ്രശ്നം എന്താ അറിയോ? കഴിവില്ല. അതല്ല, വീട്ടിലൊരു വിലയില്ല. നാട്ടിലും അതെ, നാട്ടിലൊരു വില വന്നാൽ വീട്ടിലും വില വരും. ഭാര്യമാര് ബഹുമാനിക്കും. ഒന്നും മിണ്ടാതിരടേ. ബഹുമാനം കിട്ടാൻ ഒരു വഴിയുണ്ട് പിള്ളേച്ച. അതെന്ത് വഴിയാടാ? സെലിബ്രിറ്റി ആവണം. ഫേസ്ബുക്കിൽ ബ്ലൂടിക്ക് വരുന്ന സാധനം. അങ്ങനെയും പറയാം. അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിയാൻ പറ്റുമോ? അതുകൊണ്ട് കാര്യമില്ല വിളിച്ച. സ്വന്തം കഴിവുകൊണ്ട് സെലിബ്രിറ്റി ആവണം. അപ്പോൾ നാട്ടുകാർ ബഹുമാനിക്കും, സമൂഹം ബഹുമാനിക്കും, വീട്ടുകാരും ബഹുമാനിക്കും. പിന്നെ എടുത്തു വെച്ചേക്കല്ലേ സെലിബ്രിറ്റി സ്റ്റാറ്റസ്. എങ്ങനെ ആവാൻ പറ്റും സെലിബ്രിറ്റി? സിനിമ രാഷ്ട്രീയക്കാർക്കൊക്കെയാണത് കിട്ടാറുള്ളത് സാധാരണ. പിള്ളേച്ചൻ ഗൾഫ് രാഷ്ട്രീയത്തിൽ ഒന്ന് ഇറങ്ങും. അത് കിടക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫിലിം ഫീൽഡ് പഠിക്കാം. എളുപ്പത്തിൽ സെലിബ്രിറ്റി ആവാൻ ഡയറക്ടറാണ് പിള്ളേച്ച. ഡയറക്ടറാ? പിള്ളേച്ചനെ ചില സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പത്മരാജൻ ഭരതൻ ലുക്കൊക്കെ ഉണ്ടല്ലോ. അതേത് സൈഡ്? ബാക്ക് സൈഡ്. പോടാ ഇവിടെ പോടേ. അതിന് ഡയറക്റ്റ് അറിയണ്ടേ? എടാ ഇവിടെ എത്ര പടങ്ങൾ ഇറങ്ങുന്നു. ഡയറക്ടേഴ്സ് പേരിന് മാത്രമേ ഉള്ളൂ. പണി എടുക്കുന്നതൊക്കെ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ്. ഓ പിന്നെ അതിന് പറ്റിയ ആൾക്കാരുണ്ട്. നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാം. ഈവനെ കൊണ്ട്. പിന്നെ ഡയറക്ടർ പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ? പ്രവാസി ലോകം പിള്ളച്ചനെ എടുത്തിട്ട് അങ്ങോട്ട് ബഹുമാനിക്കും. സുമച്ചേച്ചി ബഹുമാനം കൊണ്ട് പൊതിയും. എന്നാ നമുക്ക് കൊടുക്കാൻ പിള്ളച്ച. അങ്ങനെയാണെങ്കിൽ പെൺപിള്ളാരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി എനിക്ക് തന്നെ തരണം പ്ലീസ്. കാമപ്രാന്തൻ ചാവോ. കാശ് മുടക്കിയുള്ള പരിപാടിക്ക് ഞാനില്ല. പിള്ളച്ച കുറച്ച് പൈസ ആദ്യം മുടക്കിയാൽ മതി. ബാക്കി പടം വൈറലായി യൂട്യൂബ് നമുക്ക് ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തരും. പിന്നെ പൈസക്കാരനൊക്കെ ആയി കഴിയുമ്പോൾ ലാഭത്തിന്റെ കുറച്ച് വിധം നമുക്കിത് തരാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ പരിശുദ്ധം പരമാവധി വരുന്നേ. ശരിയാണല്ലോ. എന്ത് പറ്റിയോടാ ഇതിന്? പറയാം. പൈസ ഞാൻ കുറച്ച് ഇറക്കാം. തിരിച്ചു കിട്ടോ? തിരിച്ചു കിട്ടും, ഇരട്ടി കിട്ടും. എടാ എന്താടാ പറ്റിയേ? കെമിസ്ട്രി ഒന്ന് ട്രൈ ചെയ്ത. ഓ കുക്കർ പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് ഫിസിക്കലി ഇത്രയേ പറ്റുള്ളൂ. അപ്പം ബയോളജി തൊട്ടില്ലാന്ന് വേണ്ടി രക്ഷപ്പെട്ടു. ഭാഗ്യം. ഓ നന്നായി. സ്റ്റിച്ച് പൊട്ടിക്കാൻ പോവാണേ. ഭാഗ്യത്തിന് ചത്തില്ല. ഇതിലും ഭേദം അതായിരുന്നു. പോയിട്ടോ. പോട്ടെ. പോ ചെല്ല് പോ. എടാ അതിന് കഥ വേണ്ടേ? പിന്നെ ഇവന്മാർക്ക് കുറച്ച് സിനിമാ ബന്ധങ്ങളൊക്കെ ഉള്ളതാ. ഇവന്മാരുടെ ആള് കാണും. എന്താടാ? എടാ നിന്റെ പരിചയത്തിലേ കഥ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. അതാരാ? സിആർ. അതാരാ? ഞാൻ തന്നെ, ചെറായി രാജു. എൻ്റെ പരിശുദ്ധവും പരിഭാവനമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്.
ജോഷിക്ക് കൊടുക്കാൻ വെച്ചേക്കോ. ഇത് നമ്മളെ കളി ജോഷിയോ? കളി ജോഷി അല്ല, സംവിധായകൻ ജോഷി. JOSH ആയി. പിള്ളേച്ചൻ ആദ്യം ചോദിച്ചോണ്ട് പിള്ളേച്ചൻ തന്നേക്കാം. എടാ അപ്പോ ക്യാമറമാനാ? ക്യാമറ ഇവൻ ചെയ്യുമെന്ന്. ഇവന്റെ മറ്റേ ഹിറ്റ് സാധനമുണ്ട്, ചേട്ടായി കോഫി, ഇതൊക്കെ ഇത് അറിയുന്നു. ആരാ ചേട്ടൻ? ആ ബെസ്റ്റ്. പക്ഷെ ഇവൻ ഈ കണ്ണ് വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും? ഒരു കണ്ണ് ഓക്കെ അല്ലേ? ലെൻസി നോക്കാം, ഒരു കണ്ണ് പോരെ വിളിച്ച. അപ്പൊ ഇത് മതി, ഫുള്ളി സെറ്റ്. ആ അപ്പൊ സെറ്റ്, അപ്പൊ എല്ലാം സെറ്റാണല്ലോ. അപ്പൊ സെറ്റ്. Yeah! Yo guys, check it out! Yeah, that's it! It's the time for show of Mr. Pillai! Oh, Pillacha, enda Pillacha, ee control engane vannacha. Again! Oh, Pillacha, enda Pillacha, Pillacha! ee control engane vannacha. Pillacha! Yeah! got it. പള്ളി പിടിച്ചിട്ട് നെഞ്ചു കരിച്ച്